സംസ്ഥാനത്തെ 30,000-ഓളം കുടുംബങ്ങൾക്ക് ഫെബ്രുവരി ആദ്യവാരത്തിൽ പട്ടയം വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കഴിഞ്ഞ 2.25 വർഷത്തിനുള്ളിൽ 1,23,000 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. പത്തനംതിട്ട തുവയൂർ മാഞ്ഞാലി ഈശ്വരൻ നായർ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പേ വാർഡിന്റെ ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി 2.25 വർഷത്തിനുള്ളിൽ 1,23,000 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഫെബ്രുവരിയിലെ പട്ടയമേളയ്ക്ക് ശേഷം ആകെ പട്ടയം ലഭിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കവിയുമെന്നും ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെടാനാകുന്ന അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മുഴുവൻ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൽ മുഴുവൻ രാജീവ് ദശലക്ഷം കോളനിയുടെ ഭാഗമായി ഹൗസിംഗ് ബോർഡ് തീരുമാനിച്ച് പലരും കുടിശ്ശിക കൊടുക്കാൻ ബാക്കിയുള്ള രാജീവ് ദശലക്ഷം കോളനിയിൽ കേരളത്തിൽ എല്ലാവർക്കും പട്ടയം ലഭ്യമായത് യഥാർത്ഥത്തിൽ ചിറ്റയം ഗോപകുമാർ ഉന്നയിക്കപ്പെട്ട ഒരു സബ്മിഷന്റെയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഈ കടമ്പനാടിന് വേണ്ടി നടത്തിയ ഒരു പരിശ്രമത്തിന്റെയും ഭാഗമായി യഥാർത്ഥത്തിൽ കേരളത്തിൽ എല്ലായിടത്തും രാജീവ് ദശലക്ഷം കോളനി ഇന്ന് പട്ടയത്തിന് വിധേയമായി. മാർച്ച് 20-ാം തീയതി 2021 മാർച്ച് 20-ാം തീയതി കേരളത്തിലെ ഗവൺമെന്റ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്ന നേരത്ത് ടിവിയിൽ അത് കണ്ട് ആര് മന്ത്രിയായാൽ ഞങ്ങൾക്ക് എന്ത് കാര്യം, തമ്പുരാനെ തന്റെ ഭൂമിയുടെ രേഖ കിട്ടിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചിരുന്ന 1,23,000 കുടുംബങ്ങളാണ് 2.25 വർഷത്തിനിടയിൽ ഭൂമിയുടെ അവകാശികളായി മാറി. അത്ഭുതം ഈ കേരളത്തിൽ നടന്നു. കേരളത്തിൽ മാത്രം സാധ്യമായ ഒരു അത്ഭുതമാണ്. ഒരു ദശാബ്ദത്തിനിപ്പുറം നോക്കുമ്പോൾ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കാണ് അടൂർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വികസന മേഖലയിൽ മണ്ഡലം ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. ആരോഗ്യമേഖലയിലും മണ്ഡലത്തിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാൻ ഏറെ ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങളാണ് അടൂരിൽ നടത്തുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പേ വാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ A. ഷിബു, ADM B. രാധാകൃഷ്ണൻ, കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ, ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ S. സനിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴയിൽ കഴിഞ്ഞയാഴ്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസിനെ കല്ലെറിയുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് അക്രമാസക്തമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ SP ഓഫീസ് മാർച്ച് SP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ യോഗം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. എത്രയോ സമരങ്ങൾ, എത്രയോ സമരാഭാസങ്ങൾ, എത്രയോ വൃത്തികേടുകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്താണ് രാഹുൽ ചെയ്ത കുറ്റം? മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നേരിട്ടും ഈ യുവജന പ്രസ്ഥാനത്തിന് കാരിരുമ്പിന്റെ കരുത്തോടുകൂടി കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നു എന്നൊരു തെറ്റ് മാത്രമാണ് രാഹുലിന്റെ പേരിലുള്ളത്. അല്ലാതെ എന്ത് തെറ്റ്? ആദ്യമായിട്ടാണോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് മർദ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏത്? DYFI. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി, അധ്വാനിക്കുന്ന നിലവിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള ശ്രമത്തിനെതിരായിട്ട് അതിശക്തമായി കേരളത്തിൽ ഇപ്പൊ നാളെ നിയമസഭ തുടങ്ങുകയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം വളരെ ഫലപ്രദമായി പ്രതിഷേധ സൂചകമായി കേരള നിയമസഭയിൽ ഉന്നയിക്കും. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്നത് കാണാമായിരുന്നു. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു.
ഇതിനിടയിൽ ചിലരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി പൂർത്തീകരിക്കും വരെ സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഒടുക്കത്തിന്റെ തുടക്കമാണ് ആലപ്പുഴയിലെ മർദ്ദനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. പോലീസ് നരനായാട്ടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് സമാപനം കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ലാത്തിയും എടുത്തുകൊണ്ട് പിണറായിയുടെയും P ശശിയുടെയും ഉത്തരവുമായിട്ട് വാങ്ങി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനും സന്ദീപിനും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കോടതി വ്യവഹാരത്തിലൂടെ ലഭിച്ച ദിവസമാണ്. ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ MP പ്രവീണിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി മേഘയും അതിക്രൂരമായി തലയ്ക്ക് മർദ്ദിച്ച് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിൽ പ്രവീണിനെയും മേഘയും മർദ്ദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ DYSPയും CIയും SIയും പിന്നെ കുറേ സിവിൽ പോലീസ് ഓഫീസർമാരും പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് എങ്കിൽ ആ ലിസ്റ്റ് ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു കാലത്ത് അത് ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സമരത്തെ ഏത് വ്യാപ്തി വരെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് പോലീസല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മാടിത്തരം കാണിച്ചതെങ്കിൽ ആ പോലീസുകാരെയൊക്കെ തങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു. ABC സെന്ററുകൾ ആരംഭിക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണവും വളർത്തുനായ്ക്കളുടെ വാക്സിനേഷനും ലൈസൻസ് സംവിധാനവും ഏർപ്പെടുത്തി പ്രവർത്തനം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട പുളിക്കീഴ് മൃഗാശുപത്രിക്ക് സമീപം ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണി. തെരുവുനായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് എല്ലാ ബ്ലോക്കുകളിലും ABC സെന്റർ ആരംഭിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തീരുമാനിച്ചത്. ഫണ്ടുണ്ടെങ്കിലും പല ജില്ലകളിലും സെന്ററിന് സ്ഥലം ലഭ്യമാകാത്ത അവസ്ഥയാണ്. ABC സെന്റർ ആരംഭിക്കുന്നതിന് പ്രാദേശികമായി സ്ഥലം ലഭ്യമാക്കാൻ ജനങ്ങളുടെ സഹായമുണ്ടാവണം. ചിലയിടങ്ങളിൽ സെന്റർ ആരംഭിക്കുന്നതിന് മൃഗാശുപത്രിക്ക് സമീപം സ്ഥലം ഏറ്റെടുത്തു. ABC സെന്ററിനായി റവന്യൂ ഭൂമി ആദ്യം നൽകിയത് പത്തനംതിട്ട ജില്ലയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമായിരുന്നു. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവർ, പല്ലിവരെ ഉൾപ്പെടെയുള്ളവരെ റോഡ് ഭാഗങ്ങളിലും മറ്റിതര ഭാഗങ്ങളിലും വെച്ച് കടിക്കുന്ന ഒരവസ്ഥ കേരളത്തിലൊട്ടാകെ ഉണ്ടായി. കേരളത്തിൽ വിവിധ ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവർ, അവർക്കൊക്കെ തന്നെ നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിലുണ്ടായി. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഇതിനെ വളരെ കൃത്യതയോടുകൂടി ABC കേന്ദ്രങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ വന്ധ്യീകരിക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ജില്ലകളിൽ സ്ഥലം കിട്ടാത്തതുണ്ട്. മലപ്പുറം എടുത്താൽ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ ഫണ്ട് ഉൾപ്പെടെ സ്വരൂപിച്ച് വയ്ക്കുന്ന അവസ്ഥ. മറ്റിതര ജില്ലകളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കുവാൻ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സഹായം, നിങ്ങളുടെ അനുമതി കിട്ടിയാലേ നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ സെന്ററുകൾ കൊണ്ടുവരാൻ പറ്റും. തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണവും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വാക്സിനേഷനും ലൈസൻസ് സംവിധാനവും വഴി പ്രവർത്തനം ശക്തമാക്കും. ജില്ലകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് വാക്സിൻ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അഡ്വക്കേറ്റ് മാത്യു T. തോമസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ജില്ലയുടെ ABC കേന്ദ്രം പുളിക്കീഴ് മൃഗാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിക്കുന്നത്. ആധുനിക സംവിധാനം ഉൾക്കൊള്ളുന്ന കെട്ടിടം 1 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുക. ശാസ്ത്രീയ മൃഗചികിത്സ ഉറപ്പുവരുത്താൻ കഴിയുന്ന സ്ഥാപനമാണിത്. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ജില്ലാ കളക്ടർ A. ഷിബു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് R. സനൽകുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി AS നൈസാം, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ CP അനന്തകൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
അഭ്യസ്ത വിദ്യരായവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചെറിയ കലവൂരിൽ നിർമ്മിച്ച അസാപ് സ്കിൽ പാർക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവൈജ്ഞാനിക മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായ യുവതീ യുവാക്കൾക്കും എത്തിപ്പെടാൻ കഴിയണമെന്ന കാഴ്ചപ്പാടോടെയാണ് അസാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരള സമൂഹത്തെ പുത്തൻ വൈജ്ഞാനിക സമൂഹമായി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പാണെന്ന് പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞതാണ്. ആ വൈദഗ്ധ്യ പോഷണം യുവജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നൈപുണി വികസനവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളാണ് നൽകി വരുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഈ കമ്മ്യൂണിറ്റി പാർക്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. ആ വൈദഗ്ധ്യ പോഷണം, സ്കില്ല്, നൈപുണി, അത് സാധാരണ ജനങ്ങളിലേക്കും വിദ്യാർത്ഥിനികളിലേക്കും യുവതി യുവാക്കളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നൈപുണി വികസനവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളിലൂടെ അവരുടെ വ്യക്തിത്വവും കർമ്മശേഷിയും ക്രിയാ സാധ്യതകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് ആ മേഖലയിൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും സ്കിൽ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അസാപ്പ് സാധാരണ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കേരളത്തിലെ വിവിധ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഒരുക്കാൻ അസാപ്പ് ശ്രമിച്ചിട്ടുള്ളത്. സ്കിൽഡ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായി 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള അതിവിശാലമായ പരിശീലന കേന്ദ്രങ്ങൾ നൂതന തൊഴിൽ രംഗങ്ങളിലേക്ക് യുവജനതയെ പ്രാപ്തമാക്കുകയാണ്. തീരദേശ ജില്ലയായ ആലപ്പുഴയുടെ പ്രത്യേകത കണക്കിലെടുത്ത് സ്കൂബ ഡൈവിംഗ് പരിശീലനവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, കോസ്മെറ്റോളജി തുടങ്ങിയ പരിശീലനങ്ങളും നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.9 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 60 കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ലാബിലുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അസാപ് കേരള ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉഷ ടൈറ്റസ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP സംഗീത, സുദർശന ഭായ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയ കലവൂർ ക്ഷേത്രത്തിന് സമീപം AS കനാലിനോട് ചേർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ 1.5 ഏക്കർ സ്ഥലത്താണ് അസാപ് പ്രവർത്തിക്കുന്നത്. 16 കോടി രൂപ ചെലവിൽ 25,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ഒരേ സമയം 600 വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ചും കർഷക സംഗമവും സംഘടിപ്പിച്ച് നെൽകർഷക സംരക്ഷണ സമിതി. നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത സമരം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് മെത്രാപ്പോലിത്ത ആരോപിച്ചു. നെല്ല് സംഭരണത്തിന് ബജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് മാറ്റിവെക്കുക, കേന്ദ്ര സംസ്ഥാന വിഹിതമടക്കമുള്ള 31 രൂപ 35 പൈസ വില നൽകുക, ഹാൻഡ്ലിംഗ് ചാർജ് പൂർണ്ണമായും സർക്കാർ നൽകുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, വിളനാശ ഇൻഷുറൻസ്, പ്രൊഡക്ഷൻ ബോണസ്, പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക അടിയന്തരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും നെൽകർഷക സംഗമവും നടത്തിയത്. ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. നെല്ലെന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും അന്നദാതാക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാത്ത സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കർഷകനെ ആട്ടിയകറ്റി നെൽകൃഷി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമ്മുടെ സമൂഹത്തെ അന്നം നൽകി പോഷിപ്പിക്കുന്ന അന്നദാതാക്കളുടെ ഒരു പ്രശ്നം വരുമ്പോൾ, അതിജീവനത്തിന്റെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പരസ്പരം കേന്ദ്രവും സർക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഇന്ന് കോർപ്പറേറ്റ് വൽക്കരണം എല്ലായിടത്തും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയും കൃഷിക്കാരുടെ നിന്ന് മാറ്റി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഭരണാധികാരികളുടെ ഒരു വലിയ ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. അതിനെങ്ങനെയും സാധാരണ കൃഷിക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇവിടെ നെൽകൃഷി ഇല്ലാതാകണമെന്ന് ഭരണകർത്താക്കൾ ആഗ്രഹിക്കുകയാണ്. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ വി ജെ ലാലി, കൃഷ്ണപ്രസാദ്, സാം ഈപ്പൻ, ജെയിംസ് കല്ലുപാത്ര, വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, ട്രഷറർ ജോൺ സി ടിറ്റോ, കോർഡിനേറ്റർ ജോസ് കാവനാട്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനുള്ള ക്രമീകരണങ്ങൾ മികച്ച രീതിയിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹിന്ദുമത പരിഷത്തുമായി ബന്ധപ്പെട്ട സർക്കാർ തല ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. ഫെബ്രുവരി 4 മുതൽ 11 വരെ നടത്തുന്ന ഹിന്ദുമത പരിഷത്തിനായി എത്തുന്നവർക്ക് ഇറിഗേഷൻ വകുപ്പ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA-യുടെയും സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടക്കുന്നത്. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഉണർവ് നൽകുന്ന മതേതര കാഴ്ചപ്പാടാണ്. അത് വർഷം തോറും മെച്ചപ്പെടുത്തുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും പരിഷത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട തുക ഇത്തവണ 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതിനാവശ്യമായൊക്കെ സമാഹരിക്കുക, അത് നല്ല നിലയിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പാണ് PSIയുടെ ഉൾപ്പെടെ ഓഫീസിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട് ഇത് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ട് എനിക്കൊരു കത്ത് തരികയും അതോടൊപ്പം പ്രിയപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ ചെലവുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട് എന്ന സൂചന എനിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്നും ഇല്ലെങ്കിലും വേണ്ടി പ്രത്യേക സമയത്ത് വന്നാൽ മതി. അപ്പം അതിൻ്റെ അർത്ഥം സദുദ്ദേശമാണ്. ഇവിടെ പങ്കെടുക്കുക എന്നുള്ളതിനാണ് ആദ്യ പ്രാധാന്യം. അതൊക്കെ ഒരു ശൈലിയുടെയും പ്രവർത്തനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ മികവ് പുലർത്തുന്നതാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന പരിഷത്ത് ഏറ്റവും സുഗമമായ രീതിയിൽ നടത്താനുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA പറഞ്ഞു. പമ്പയുടെ തീരത്തെ വെളിച്ചമാണ് പരിഷത്തെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അയിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ TG ഗോപകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീകാന്ത് M ഗിരിനാഥ്, ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ, സെക്രട്ടറി AR വിക്രമൻ പിള്ള, വൈസ് പ്രസിഡന്റ് K ഹരിദാസ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡെങ്കിപ്പനി നിർമ്മാർജ്ജനത്തിനായി ഊർജിത നടപടികളുമായി ചങ്ങനാശ്ശേരി നഗരസഭ. കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. ചങ്ങനാശ്ശേരി നഗരസഭാ പ്രദേശത്ത് ഡെങ്കിപ്പനി നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം തീരുമാനിച്ചു. കൗൺസിൽ ഹാളിലായിരുന്നു യോഗം. വീടും പരിസരങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കുവാനും കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുവാനും വിമുഖത കാണിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ യോഗം നിർദ്ദേശിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ഫുഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന വേണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനുള്ളിൽ 37 വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് ഡെങ്കിപ്പനി നിർമ്മാർജ്ജനം സംബന്ധിച്ച ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണം. എല്ലാ മാസവും ഈ കമ്മിറ്റികൾ ചേർന്ന് വാർഡിലെ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അടുത്ത ഞായറാഴ്ച ഡ്രൈഡേ ആയി ആചരിക്കണം. ഡ്രൈഡേ പ്രവർത്തനങ്ങൾക്ക് കൗൺസിലർമാർ പ്രധാന പങ്ക് വഹിക്കണം. രോഗങ്ങൾ പടർന്നു പിടിച്ച 1, 2, 3, 14, 30, 32, 34 വാർഡുകളിൽ ഫോഗിംഗ്, സ്പ്രേയിങ്, ക്ലോറിനേഷൻ തുടങ്ങി കൊതുക് ലാർവകളുടെ ഉറവിട നശീകരണം ശക്തമാക്കണം. ഇത്തരം കാര്യങ്ങളും നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. PT ചാക്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മാതൃകാ ജനപ്രതിനിധി പുരസ്കാരം ഈ വർഷം മരണാനന്തര ബഹുമതിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകും.
ഫെബ്രുവരി 4 വൈകുന്നേരം 4 ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വസതിയിൽ പുരസ്കാരദാന ചടങ്ങ് നടത്തുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി.ടി. ചാക്കോ ഫൗണ്ടേഷൻ്റെ മാതൃകാ ജനപ്രതിനിധി പുരസ്കാരം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഫെബ്രുവരി 4 പുതുപ്പള്ളി ഹൗസിൽ വെച്ച് നടക്കുന്ന കോട്ടയം പുതുപ്പള്ളി ഹൗസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ നടക്കുന്നത്. പി.ടി. ചാക്കോ ഫൗണ്ടേഷൻ വളരെ വർഷങ്ങളായി കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. നിരവധിയായ പരിപാടികളിലൂടെ പി.ടി. ചാക്കോ ഫൗണ്ടേഷൻ്റെ അവാർഡുകളായാലും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളാണെങ്കിലും ഇതിനോടകം തന്നെ വളരെ ശ്രദ്ധ ആകർഷിച്ച് കേരളത്തിലെമ്പാടും വളരെ ശ്രദ്ധ ആകർഷിച്ച് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. അതിലേറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നൽകുന്ന മാതൃകാ ജനപ്രതിനിധി പുരസ്കാരം. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ.ടി. തോമസിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ പുരസ്കാരം ഏറ്റുവാങ്ങും. ചടങ്ങിൽ മുൻ മന്ത്രിമാരായ പി. ജെ. ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ കേന്ദ്രമന്ത്രി പി.സി. തോമസ്, ഡി.സി.സി. പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ഫൗണ്ടേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ജോണി മുക്കം, ഡോക്ടർ നെടുമുടി ഹരികുമാർ, റോയി പി. തിയോച്ചൻ, ഹരിദാസ് രാജ, ടോമി പുലിക്കാട്ടിൽ, ദിനേശൻ ഭാവന എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ജില്ലയിൽ നടത്തിയ വികസിത് ഭാരത് സങ്കല്പയാത്ര സമാപിച്ചു. ബുധനാഴ്ച തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു പര്യടനം. കേരള ഗ്രാമീൺ ബാങ്ക് തിരുവൻവണ്ടൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. സജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഓരോ പദ്ധതി വെക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പദ്ധതി വെച്ചത് 70% കേന്ദ്ര ഫണ്ടും 30% സംസ്ഥാന ഫണ്ടുമാണ് വെച്ചേക്കുന്നത്. ഓരോ വികസനങ്ങളും കേന്ദ്രത്തിൻ്റെ വികസന ഫണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു പ്രയത്നം ഈ 5-6 വർഷം കൊണ്ട് തന്നെ ഒരുപാട് വികസനങ്ങളാണ് കേന്ദ്ര ഫണ്ട് നമ്മുടെ PHC NHM ഫണ്ട് 1 കോടി രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യോഗത്തിൽ ലീഡ് ബാങ്ക് മാനേജർ എം. അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഹരി ബാങ്കുകളിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ അനിൽ, ബ്ലോക്ക്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ 5 ലക്ഷം രൂപയ്ക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, PMEGP, PMFM മുതലായ ലോണുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി തലവടി ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. നിർധന രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടത്തി. പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെട്ട രോഗികളുടെ ബന്ധുക്കളുടെ സംഗമവും നിർധന രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവുമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തലവടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോജി ജെ വൈരപ്പള്ളി അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി. നായർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, പഞ്ചായത്ത് അംഗം NP രാജൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി GV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷമായി പാലിയേറ്റീവ് നഴ്സായി സേവനമനുഷ്ഠിക്കുന്ന ഗീതാ വി. നായരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ സ്കൂളുകളിലായി 500-ൽ പരം കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകി. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ പ്രധാന തിരുനാൾ ജനുവരി 25-ന് ആഘോഷിക്കും. നഗരം ചുറ്റിയുള്ള പ്രദർശനത്തെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മകരമാസം 10, 11 തീയതികളിൽ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നതിനാൽ മെത്രോപൊളിറ്റൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മകരം തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 4-നുള്ള കുർബാനയ്ക്ക് ശേഷമായിരുന്നു കവലയിലേക്കുള്ള പ്രദക്ഷിണം. പ്രധാന തിരുനാൾ ദിനമായ 25-ന് രാവിലെ 5:15-നും 6:45-നും 10-നും ഉച്ചകഴിഞ്ഞ് 3-നും കുർബാന ഉണ്ടായിരിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, വികാരി ജനറൽ ഫാദർ വർഗീസ് സ്ഥാനമാവുങ്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം 5-ന് പട്ടണ പ്രദർശനത്തിന് തുടക്കമാകും. കൊച്ചുപള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രദർശനത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം കാവിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തോളിലേറ്റി ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കും. തുടർന്ന് തെക്കുംകൂർ രാജവംശം മെത്രോപൊളിറ്റൻ പള്ളിക്ക് ഏർപ്പെടുത്തിയിരുന്ന എണ്ണപ്പണം തഹസിൽദാർ കൈമാറും.
സ്വീകരണത്തിന് ശേഷമുള്ള പട്ടണ പ്രദർശനത്തിന് വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.